ഒരു പൊതു പണിമുടക്കാണ് നടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അത് വലിയ രീതിയിൽ തന്നെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ബസ് സർവീസുകൾ അടക്കം തന്നെ നിലച്ച ഒരു സാഹചര്യമാണുള്ളത്. രാവിലെ അടക്കം തന്നെ KSRTC ബസ്സുകളടക്കം തന്നെ നിരത്തിലിറങ്ങിയെങ്കിലും അതെല്ലാം തടയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ, തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രതിഷേധ റാലിയാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ തൊഴിലാളി വർഗ, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വർഗ വിരുദ്ധ നടപടികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധ റാലി അടക്കം സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നതും ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ അവസാനിപ്പിക്കണം, ഈ തൊഴിലാളികൾക്കെതിരെയുള്ള ഈ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ റാലിയാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധ റാലികളും മറ്റും സംഘടിപ്പിക്കുന്നത് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. BMS ഒഴികെയുള്ള മറ്റെല്ലാ തൊഴിലാളി സംഘടനകളും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നേതാക്കളുടെ നേതൃത്വത്തിൽ അടക്കം സംഘടിപ്പിക്കുന്നത്. രാവിലെ ഇപ്പോഴാണ് നമുക്കറിയാം, ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, റോഡുകളിലൊന്നും തന്നെ വാഹനങ്ങളില്ലാത്ത ഒരു സ്ഥിതിയാണെന്ന് പറയാം. ഈ പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു സമരം തുടങ്ങി 9 മണിക്കൂറോളം പിന്നിടുമ്പോഴും വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ പൊതുജനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട് ഈ പണിമുടക്ക് എന്ന് തന്നെ പറയാൻ സാധിക്കും. എല്ലാവരും സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബസ്സുകളടക്കം തന്നെ നിരത്തിലിറങ്ങിയെങ്കിലും അതെല്ലാം തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊഴിലാളി സംഘടനകൾ KSRTC ബസ്സിന് മുന്നിൽ അത് തടയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ BMS ഒഴികെയുള്ള മറ്റെല്ലാ തൊഴിലാളി സംഘടനകളും ഈ ഒരു പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ട് എന്നതാണ്, പൊതുസമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളാണെങ്കിലും KSRTC സർവീസുകളാണെങ്കിലും മറ്റും നിരത്തിലിറങ്ങാത്ത ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ അത് പൊതുജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു വാഹനം ഇപ്പോൾ പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. ഇതിപ്പോൾ മറ്റു തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള NTUC, CITU തുടങ്ങിയ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ്, തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് സംഘടിപ്പിക്കുന്നത്. തൊഴിലാളി വർഗ വിരുദ്ധപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഈ തൊഴിലാളികളുടെ നേതൃത്വത്തിലടക്കം തന്നെ സംഘടിപ്പിച്ചു വരുന്നത്. ഇന്ന് അർദ്ധരാത്രി 12 മണി വരെയാണ് ഈ ഒരു പ്രതിഷേധം, ഈ ഒരു പൊതു പണിമുടക്ക് പോകുന്നത്. ഇപ്പോഴും നിരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, KSRTC ബസ്സുകൾ അടക്കം തന്നെ നിരത്തിൽ ഇറങ്ങുമെന്നായിരുന്നു ഗതാഗത മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ അതെല്ലാം തന്നെ തടയുന്ന ഒരു നിലപാടായിരുന്നു തൊഴിലാളി സംഘടനകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊന്നും തന്നെ, സ്വകാര്യ ബസ്സുകളാണെങ്കിലും ഒന്നും തന്നെ പൊതുനിരത്തിൽ ഇറങ്ങില്ല, ഈ സമരത്തിൽ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. രാവിലെ വൈറ്റിലയിൽ നിന്നുമായി KSRTC ദീർഘദൂര സർവീസുകളടക്കം തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് നേരെ KSRTC ഡിപ്പോയിലേക്ക് വരുമ്പോൾ അത് വാഹനം കോഴിക്കോടേക്ക് പോകുന്ന ഒരു KSRTC വാഹനം തടയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. INTUC, CITUയുടെ നേതൃത്വത്തിലാണെങ്കിലും മറ്റും ഈ വാഹനം തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇന്ന് പൊതു പണിമുടക്കാണ്. ആ പണിമുടക്ക് ഇങ്ങനെ തന്നെ തുടരാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം എന്ന രീതിയിൽ തന്നെയായിരുന്നു തൊഴിലാളി സംഘടനകളടക്കം തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ നേതാക്കളുടെ നേതൃത്വത്തിലാണ്, ഈ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നത്. നിരവധി ആളുകളാണ് ഈ പ്രതിഷേധ റാലിയിലടക്കം തന്നെ പങ്കെടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു തൊഴിലാളി സംഘടന ഒഴികെയുള്ള മറ്റെല്ലാ സംഘടനകളും ഈ ഒരു പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്, പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ എന്തായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ തന്നെ ഈ ഒരു പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. രാജ്യമൊട്ടാകെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ പ്രതിഷേധ റാലിയാണ്
പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. BMS ഒഴികെയുള്ള സകല തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാണ്. തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ കേന്ദ്രം ഉപേക്ഷിക്കുക, എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും പ്രതിമാസം നിശ്ചിത രൂപ വേതനം നൽകുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നിരവധി ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിച്ച് ഒന്നാകെയുള്ള ഈ സംഘടിത പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ രാജ്യമൊട്ടാകെ സ്തംഭിച്ചുകൊണ്ടാണ് പണിമുടക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിനയ, സംഭവസ്ഥലത്ത് നിന്നും വിനയ ചേരുന്നുണ്ട്. വിനയ, നിലവിൽ എന്തെങ്കിലും സംഘർഷ സാധ്യതകളുണ്ടോ? രാവിലെ ഇതുമായി സംഘർഷ സാധ്യതകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. രാവിലെ KSRTC ബസ്സുകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റു സംഘർഷങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസിന്റെ സംരക്ഷണത്തിൽ തന്നെയാണ്. പോലീസ് വേണ്ട രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. മറ്റു വേറെ അടിപിടി കേസുകളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിഷേധ റാലി മാത്രമാണ് നടക്കുന്നത്. ഇതുവരെയും ജില്ലയിൽ മറ്റു സംഘർഷങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡിപ്പോയിൽ മാത്രമാണ് ഒരു KSRTC വാഹനം എടുക്കുന്നതിന് തടഞ്ഞു നിർത്തുന്ന ഒരു നിലപാട് മാത്രമാണ് ഉണ്ടായത്. അത് സംഘർഷത്തിലേക്കും മറ്റും കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിൽ പ്രധാനമായും ഈ പണിമുടക്കിന് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ ഡ്രൈവർ അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, പോലീസ് ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ വാഹനം ഓടിക്കുമെന്ന് തന്നെയായിരുന്നു ഡ്രൈവർ അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും KSRTC ബസ്സുകളാണെങ്കിലും സ്വകാര്യ ബസ്സുകളാണെങ്കിലും ഒന്നും തന്നെ നിരത്തിലിറങ്ങാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ പണിമുടക്ക് പൂർണ്ണമായും ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷെ ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മെട്രോ സർവീസിന് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല. മെട്രോ സർവീസുകൾ ഇപ്പോഴും സാധാരണഗതിയിൽ തന്നെയാണ് ഓടുന്നത്. ട്രെയിനുകൾക്കും മറ്റും ഇതുവരെയും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വകാര്യ ബസ്സുകളാണെങ്കിലും KSRTC ബസ്സുകൾ മാത്രമാണ് നിരത്തിലിറങ്ങാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഈ പ്രതിപക്ഷ സംഘടനകളടക്കം തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, വിനയാണ് പങ്കുവച്ചത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ